ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഒരു പുതിയൊരു റൂട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരിലോട്ടുള്ള ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല, ആദ്യം ഉള്ളതാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന്, അതായത് മലബാർ ഏരിയയിൽ നിന്ന്, കോഴിക്കോട്, ഇപ്പം മലപ്പുറം ആ ഒരു റീജിയനിലുള്ളവർക്കൊക്കെ ബാംഗ്ലൂരിലോട്ട് പോകാൻ, മൈസൂർ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗുണ്ടൽപേട്ട എത്തുമല്ലോ, നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിട്ട് ഫസ്റ്റ് റൈറ്റിൽ ചാമരാജ് നഗർ എന്ന് പറഞ്ഞ റോഡ് കാണും. ആ റോഡിലേക്ക് പോന്നാൽ മതി. നല്ല അടിപൊളി, നല്ല സീനിക്കായിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ്. റോഡ് ഇതേപോലെ ടാറിട്ട നല്ല റോഡാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുമാതിരി വേവി ആയിട്ടുള്ളൊരു ഫോമാണ്. നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ, കാറ് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല, ആ ഒരു സീനുണ്ട്. ബൈക്കിൽ പോകുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഇച്ചിരി ഹാർഡാണല്ലോ, അപ്പോൾ അത് ഒരു പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് ഏരിയയിൽ ചെറിയ ഒരു റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതല്ലാണ്ട് നല്ല റോഡാണ്. പിന്നെ ബാംഗ്ലൂർ എത്താൻ നേരത്ത് കനകപുര അവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു റോഡ് മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ വേവി ഒരു ബമ്പി ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പക്ഷേ ഇതിലൂടെ വരുമ്പോൾ ഉള്ള ഒരു സീനറി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, കിടിലൻ സീനറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളുടെ ഫയർ ബ്ലേഡും കൊണ്ട് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. രാവിലെ ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ജാക്കറ്റും കോട്ടും റെയിൻ കോട്ടും എല്ലാം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാൻറ്റ് ഇതുവരെ അയച്ചില്ല, റെയിൻ കോട്ടിൻ്റെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ സോലസ്കോ അപ്പം ഇങ്ങനെ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. നമുക്ക് ഏതായാലും കുറച്ചൊന്ന് വണ്ടി ഓടിച്ചിട്ട് കാണിച്ചു തരാം എന്താണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണെന്നുള്ളത്. ഞാൻ ബാംഗ്ലൂർ എത്തുന്നത് വരെയുള്ള വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഗുണ്ടൽപേട്ട് നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് എടുത്തിട്ട് നമ്മൾ ബോർഡ് ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മാലവള്ളി ടൗൺ ടച്ച് ചെയ്യാതെ മാലവള്ളീൻ്റെ അവിടുന്ന് ചെറിയൊരു റോഡുണ്ട്. ചെറിയ റോഡല്ല, ഈ റോഡ് തന്നെയാണ്. പക്ഷേ ബൈപ്പാസ് പോലെ റോഡ് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ സമയം ലേറ്റാവും. അപ്പോൾ പറഞ്ഞു വന്നത്, മാലവള്ളി കൂടെ ഞാൻ പോകുന്നത്. പക്ഷേ മാലവള്ളി ടൗണിൽ നമ്മൾ കയറുന്നില്ല, അതിലൂടെ അങ്ങനെ പോയാൽ നമുക്ക് റോഡുണ്ട്. അതിൻ്റെ സിഗ്നലും സിമ്പലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇതിൽ പോയതാണ് അന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ പജീറയും കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ കാർ റേറ്റൊക്കെ വരുന്നവർക്ക് ഇതിലെ പോയി കാണാൻ ഇപ്പം നിലവിൽ ഇവിടെ ടോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കുറേ കാലമായിട്ട്, പക്ഷേ അതിപ്പോൾ അടുത്ത കാലത്തൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അപ്പം മാലവള്ളി, പിന്നെ ചാമരാജ് നഗർ, കനകപുര, ഇത് നേരെ പോയി മുട്ടുന്നത് നമ്മളെ നൈസ് റോഡിലോട്ടാണ്. നൈസ് റോഡ് കനകപുര എൻട്രി എക്സിറ്റ് വരുന്നുണ്ടല്ലോ, അവിടെയാണ് പോയത് ഈ റോഡ് മുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൂടെ വരുമ്പോൾ, അതായത് മൈസൂർ വഴിയൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ബൈക്കിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ റോഡും എന്താ പറയുക, നമ്മുടെ ചെറിയ ടൗണുകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈസൂർ കഴിഞ്ഞാൽ മാണ്ഡ്യ കഴിഞ്ഞാൽ പിന്നെ ചന്നപട്ടണ, അങ്ങനെ കുറേ ചെറിയ ടൗണിലൂടെയൊക്കെ പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പം ഇത് എന്ന് പറയുന്നത് ഇതിലും ഗ്രാമങ്ങളാണ്, പക്ഷേ നല്ല റോഡാണ്, തിരക്കുമില്ല, വാഹനങ്ങൾ കുറവാണ്. പക്ഷെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില സമയത്ത് ആളുകൾ ബോധമില്ലാണ്ട് ക്രോസ് ചെയ്യുന്നുണ്ടാവും, അതൊന്ന് നോക്കണം. പിന്നെ റോഡ് ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ടാർ ചെയ്തതിന് ശേഷം ഹെവി വണ്ടികൾ പോയിട്ട് റോഡ് ഇരുന്ന് പോയതാന്ന് തോന്നുന്നുണ്ട്. കാരണം ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരി വേവി ഫോംസ് ഉണ്ട്. പിന്നെ പാലങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ പോലെ തന്നെയാണ്. പാലം കയറുമ്പം ഒരു കുലുക്കുണ്ടാവും, ഓരോ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതുണ്ട്. അത്ര പെർഫെക്ഷനായിട്ടൊന്നുമല്ല റോഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല റോഡാണ്. നല്ല അടിപൊളിയായിട്ട് സീനറൊക്കെ കണ്ടിങ്ങനെ കുശാലായിട്ട് പോരാ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എവിടെയും
ഹോട്ടലോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത്. അതൊക്കെ ഗുണ്ടൽപേട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ വരിക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഗുണ്ടൽപേട്ട് എത്തുക, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുക, പോരുക. കാരണം ഇവിടെ ഇതിൻ്റെ ഇടയിൽ നല്ല ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ കുഞ്ഞ് ഈ തട്ടുകട പോലത്തെ ചായക്കട മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല. ഈ കേക്കുകൾ, ചെറിയ കേക്ക്, ബിസ്ക്കറ്റ്, ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ കിട്ടത്തുള്ളൂ. അതല്ലാതെ വേറെ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇതങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു ഹൈവേ ഒന്നുമല്ല. മിക്കവാറും കുറച്ച് കഴിഞ്ഞ് ആവുമായിരിക്കും. കാരണം ഇവിടെ ടോളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, റോഡിൻ്റെ വർക്ക് ചില സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വണ്ടി പോകുമ്പോൾ തന്നെ കണ്ടോ ഭയങ്കര ബമ്പി ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ സ്പീഡിലൊന്നും അങ്ങ് പോകാൻ പറ്റില്ല. സ്പീഡ് പോയെന്ന് വെച്ചാൽ ആളാ കണ്ടത്തിലും ബൈക്ക് അപ്പുറത്തും ഉണ്ടാവും. കാരണം ഭയങ്കര വേവി ബമ്പി റോഡാണ്. എല്ലായിടത്തൊന്നും ഇല്ല കേട്ടോ, ചിലയിടത്ത് മാത്രം. അത് നമുക്കറിയില്ലല്ലോ ഇത് ഏതാണെന്നുള്ളത്. ആദ്യമായിട്ട് പോരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെവിടെയൊക്കെ ഇങ്ങനെ വേവി ഫോം ഇതുള്ളതെന്ന് അറിയില്ലല്ലോ. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ. പക്ഷെ കാറ് പോകുന്നവർക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുമല്ലോ കേട്ടോ. ഞാൻ ബൈക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഞാൻ കണ്ടേ ബോർഡ് കണ്ടില്ല ഇപ്പം നിങ്ങൾ. അതുപോലെ എല്ലായിടത്തും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ റോഡ് കയറിയിട്ട് മൈസൂരിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും മൈസൂരിലോട്ട് എക്സിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല അടിപൊളി റോഡാണ്. റോഡ് ഞാൻ ഉദ്ദേശിച്ച റോഡല്ല, ഈ സീനറി കേട്ടോ. നല്ല കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. റോഡ് കുറച്ച് വേവിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. സോ ഒരു ചെറിയ വീഡിയോ ആണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് പജോർ എടുത്ത് പോയപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു തോട്ടായിരുന്നു അഥവാ ഏതെങ്കിലും കാലത്ത് ബൈക്ക് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളത്. കാരണം ഈ ഇപ്പോൾ സോളോ റൈഡോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ നമ്മുടെ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ ഇപ്പം 2 വീലർ കയറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൽ പോയി കുറേ ഈ സിറ്റിയിലൂടെയും ടൗണിലൂടെയൊക്കെ ഇറങ്ങി മാണ്ടി ആ സ്ഥലത്തൊക്കെ പോയി ഒരുപാട് നേരം ബ്ലോക്കൊക്കെ എടുക്കും. അതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം. സാധാ ബൈക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 80-100 ഇങ്ങനെ പോവാം, സുഖമായിട്ട് പോവാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചില സ്ഥലത്ത് കുണ്ടും കുഴിയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബമ്പിനെസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതല്ലാണ്ട് വേറെ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയാണ്. ഈ ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോങ് റൈഡൊക്കെ പോകുന്നവരുണ്ടാവല്ലോ, അങ്ങനത്തെവർക്കൊക്കെ പറ്റിയൊരു നല്ല റൂട്ടാണ്. പക്ഷെ ഇതാർക്കും അങ്ങനെ അറിയുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. കാരണം അങ്ങനെ ഏതോ ഒരു ചെറുക്കൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് അതിലെ അങ്ങനെ പോയിട്ട് ആ ഒരു വീഡിയോസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നല്ലൊരു റോഡാണിത്. ആക്ച്വലി നമ്മൾ കുറേ കാലമായിട്ട് ഇതിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇപ്പോൾ കാറിനാണെങ്കിലും നമ്മളിപ്പോൾ എൻ്റെ സംബന്ധിച്ച് പജേറോക്കൊക്കെ ടോള് കൊടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോൾ എടുക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഒരു വീക്കെൻഡ് റൈഡ് ഈ ബൈക്ക് പോയി തരാം. അത്രയും എമൗണ്ടാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത്. നല്ലൊരു റോഡ് കാണുന്നുണ്ട്, ഒന്ന് പൊളിച്ചു നോക്കാം. ഞാൻ വിചാരിച്ചതേ റോഡ് എൻ്റെ ഇതിന്നാണ്. റോഡ് എൻ്റെ എന്നല്ല, അവിടെ നിന്ന് നോക്കിയപ്പോൾ മറ്റേ നമ്മളെ മിറാഷ് ഒരു ഫിനോമിനൻ ഉണ്ടല്ലോ ഫിസിക്സിൽ, റോഡ് കാണുന്നില്ല, ഒരു വെള്ളം നിൽക്കുന്ന പോലെ ആയിരുന്നു തോന്നി. അതുകൊണ്ട് ഞാൻ സ്പീഡ് കുറച്ച്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു, സ്പീഡ് കുറയ്ക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറേ നേരമായി ഒരു തട്ടുകട അന്വേഷിച്ച് നടക്കുന്നത്. നല്ല ദാഹമുണ്ട്, ഒരുപാട് നേരമായി. ഞാൻ ഗുണ്ടൽപേട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ ഓർമ്മയില്ലാണ്ട് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ പെട്രോൾ പമ്പ് നിങ്ങൾ
പെട്രോൾ പമ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ആ ഗുണ്ടൽപേട്ട എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങോട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് കിട്ടാൻ പാടാണ്. നേരത്തെ പറഞ്ഞ മാതിരി റെസ്റ്റോറൻറ്റ് കാര്യം പറഞ്ഞ മാതിരി. അപ്പോൾ നിങ്ങൾ ഗുണ്ടൽപേട്ടിൽ നിന്നൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് ഈ റോഡ് കയറുമ്പോൾ ഒരു 5-8 പമ്പ് ഉണ്ട്. പക്ഷെ അതെല്ലാം ആ ഒരു ഏരിയയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടെയാണ് പോപ്പുലേഷൻ അധികം ഉള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിലും ബാംഗ്ലൂരിൻ്റെ തുടക്കത്തിൽ ഒരു 10-20 കിലോമീറ്ററിലൊക്കെ കുറേ പമ്പുകളൊക്കെ ഉണ്ട്. അതും നിങ്ങൾ 95 ഈ പവറും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഈ റോഡിൽ കിട്ടത്തില്ല. ഫുഡും കിട്ടത്തില്ല. അപ്പോൾ ഫുഡ് കരുതുക, അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്നൊക്കെ, ഈ തട്ടുകടല്ല, ചെറിയ ഈ ചായക്കട ഉണ്ടല്ലോ, അങ്ങനത്തെ ചായക്കടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കേക്ക് കിട്ടും. പിന്നെ മറ്റേ എന്താണ് പറയുക, ദിൽകുഷോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. ചായ കിട്ടും, ഈ പാക്ക്ഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും. അങ്ങനത്തെ കുറേ കടകളുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നോക്കിയിട്ട് അതും കാണുന്നില്ല. കുറേ നേരമായി ഇങ്ങനെ തപ്പുന്നു. ഇവിടെ തടാകം കണ്ടില്ലേ? കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോന്ന് ബാരാചുക്കി, അതേപോലെ ഗഗനചുക്കി എന്ന വാട്ടർഫാൾ ഉണ്ട്. ആ മല കാണുന്നതാ, ആ മലേൻ്റെ അപ്പുറത്താണ്. നമ്മളതിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല, കാരണം എനിക്ക് സമയമില്ല. അത് നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കിട്ടും. ഒരു നമ്മുടെ എന്താ പറയുക, നയാഗര എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയൊന്നുമില്ല, എന്നാലും നല്ല ഭംഗിയാണ്. ചെറിയ വലിയ വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ കൂടെ അപ്പുറം സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ വെള്ളച്ചാട്ടം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ നേരത്തെ പറയുന്നുണ്ടായില്ല ഒരു മല, ആ മലയാണ് ഇത് കേട്ടോ. നമ്മളതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ അങ്ങനെ അങ്ങോട്ട് പോയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാരാചുക്കി, അതുപോലെ ഗഗനചുക്കി പറഞ്ഞ 2 വാട്ടർഫാൾസ് ഉണ്ട്. അവിടെ എത്തുന്നത് നല്ല രസമാണ്. ഇവിടെയൊക്കെ അതിലെങ്ങനെ പോയി നിൽക്കാൻ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യനില്ല. ഇവിടെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിങ്ങനെ ഇരുന്ന് സൊറ പറയാൻ നല്ല കിടിലൻ പ്രദേശമാണ്, നല്ല സ്ഥലമാണ്. പക്ഷേ ഈ പരിസരത്ത് എവിടെയും ഒരു വീട് പോലും ഇല്ല. പിന്നെയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വരികയാണെന്നൊക്കെ പറഞ്ഞാൽ അറൗണ്ട് 126-150 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ആരും ഇങ്ങോട്ടേക്കൊന്നും റൈഡ് ഇവിടെ വന്നിട്ടും കാര്യമില്ല. കാരണം വന്നിട്ട് പൊതുവേ നമ്മൾ വരുന്നത് ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നൈറ്റ് റൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ പോകാറ്. അതിനിവിടെ വന്നിട്ടൊന്നുമില്ല. റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതാണൊരു സീൻ. ആരും ഇങ്ങോട്ട് വരാത്തത്. ഒന്ന് ഉഷാറാക്കിയാൽ ക്ലിയർ ആവുന്നേ ഉള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇപ്പോഴാണ് ഒരു സംഭവം കണ്ടുകിട്ടി. കരിമ്പ് ജ്യൂസ് അത് നന്നായി. അപ്പം അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.